ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൃശ്ചികം 1 തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നമുക്കിന്ന്. 1 തീയതി രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ വെക്കാനായിട്ട് അച്ഛൻ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റുമെന്ന് അവൻ വിചാരിച്ചല്ല. ഞാൻ എണീറ്റപ്പോൾ തന്നെ എൻ്റെ കൂടെ ഒരാൾ എണീറ്റത് കണ്ടില്ലേ, കണ്ണും തുറപ്പിച്ചിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ എണീക്കുന്ന സൗണ്ട് കേട്ടിട്ട് എണീറ്റിരിക്കുക കേട്ടോ. അതിനൂസാണെങ്കിൽ ഉറങ്ങാണ്. എന്തോ ഭാഗ്യത്തിന് നിഖിൽച്ചേട്ടൻ എങ്ങനെയൊക്കെയോ തട്ടിപ്പത്തി ഉറക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ അവൻ്റെ കൂടെ കിടക്കേണ്ടി വന്നത്. വൃശ്ചിക മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാള മാസങ്ങളിലെ വ്രതശുദ്ധിയുടെ മാസമാണ്. ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന മാസം. ശബരിമല ദർശനത്തിനായി കഠിന വ്രതത്തോടെ വിശ്വാസികൾ പോകുന്ന മാസം കൂടിയാണിത്. ശബരിമല തീർത്ഥാടന കാലം എന്ന് പറയാം അല്ലേ. ഞാനപ്പോൾ ഇതേ താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ വിളക്ക് വെക്കണം. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞിട്ടുള്ളൂ. 5:30 ആയപ്പോഴേക്കും താഴത്തെത്തിയിട്ട് ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞെത്തുമ്പോൾ വിചാരിച്ചതല്ല. എൻ്റെ പിള്ളേർ പായത്തിന് സഹകരിച്ചു. ഈ സമയത്ത് വന്ന് വാതിൽ തുറക്കുന്നത് വളരെ കുറവാട്ടോ. പക്ഷെ എനിക്ക് പുറത്തിറങ്ങാൻ ഒരു ചെറിയൊരു പേടി. വേറെ ഒന്നും കൂടെ അല്ല, ഞാൻ ഇന്നലെ ഇടയ്ക്കൊരു ന്യൂസ് കണ്ടല്ലോ മറ്റേ കുറുവാ സംഘത്തിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനായി. അപ്പോൾ പുറത്താണെങ്കിൽ ഈ ഒരു ആംബിയൻസ് ആണ്. ഭാഗ്യത്തിന് നമ്മുടെ സുനാമി കോളനിയിൽ കുറേ പേര് വെള്ളമൊക്കെ എടുക്കുന്ന സൗണ്ട് കേട്ടു. അപ്പം ഞാൻ അവർ വെള്ളം എടുത്ത് പോണേക്കാൾ മുന്നേ വേഗം നമ്മുടെ മോപ്പായിട്ട് വന്നിട്ടുണ്ട്, ഇതൊന്ന് തുടച്ചിടണം. കാരണം ഈ വൈകുന്നേരം ആകുമ്പോൾ കുറേ പട്ടിശല്യമുണ്ട്. പട്ടി കയറിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ പട്ടി കയറി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടാക്കിയതായിരുന്നു. അങ്ങനെ നമ്മൾ ഹെറയും തുടച്ചിട്ടുണ്ട്. മിറ്റടിക്കാനാണെങ്കിൽ തലേദിവസം തന്നെ മിറ്റടിച്ചിട്ടായിരുന്നു. അധികം ചവറൊന്നും വീണിട്ടില്ല. എനിക്ക് ആ സമയത്ത് പുറത്തിറങ്ങാനായിട്ട് കുറച്ച് പേടിയായിട്ട്, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതേ തലേദിവസം തന്നെ വിളക്കല്ലാതെ നല്ല വൃത്തിയാക്കി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വിളക്ക് തെളിയിക്കാം. അപ്പോൾ 5 തിരി ഇട്ടിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരാളെ അല്ല കേട്ടോ. എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. എല്ലാവരും പോലെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് വിളിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണില്ല. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെല്ലാവരും നല്ല നിലയ്ക്കാരും പെരുമാറുന്നത്. ആർക്കും ഒരു ആപത്തോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പൊട്ടി വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവർക്കും നല്ലതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മളെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നല്ലതായി തന്നെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. Shivaya, Hari Om Namah 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 Shivaya. രാവിലെ ഈ ഒരു സമയം നമുക്ക് ഒരു അടിപൊളി വൈബ് തന്നെയായിട്ട്. എന്താ പറയുക, നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവണതും നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിന്നാൽ തന്നെ ആ ഒരു സൗണ്ട്, ആ ഒരു മഞ്ഞ്, ആ ഒരു വെളിച്ചം, നല്ലൊരു എന്താ പറയുക ഫീൽ ഗുഡ് മൂഡ് എന്ന് പറയില്ലേ. ഞാൻ കുറച്ച് നേരം ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല, ഒന്ന് പുറത്തിറങ്ങി നിന്നു. ഭയങ്കര സുഖമായിരുന്നു. മനസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. ഭയങ്കര സന്തോഷം. അപ്പോൾ ഗൈസ് നമ്മൾ വിളക്കൊക്കെ കാട്ടി ഐശ്വര്യമായിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരായാലും ആദ്യം ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ വെക്കുക, അല്ലെങ്കിൽ കുളിക്കാൻ വെള്ളം വെക്കുക. കട്ടൻ ചായ ആണെങ്കിൽ ഞങ്ങൾ ഇത്ര പേർക്കുള്ള കട്ടൻ ചായ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫ്ലാസ്ക് കഴുകണം. ഫ്ലാസ്ക് കഴുകാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചായപാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കും, ചൂടുവെള്ളം വെക്കും കേട്ടോ. അപ്പം അത് ഞാൻ 2 പാത്രത്തിലും വെള്ളം വെക്കാൻ പോവാണ്. ഒരെണ്ണം ഫ്ലാസ്ക് കഴുകാനും മറ്റൊന്നും ചായക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ചായയുടെ വിശേഷം എല്ലാവർക്കും അറിയാം. അധികം കടുപ്പവും അധികം മധുരം ഉണ്ടാവില്ല. പക്ഷെ അച്ഛന് മധുരം വേണം, അഞ്ചു ചേച്ചിക്ക് മധുരം വേണം. എനിക്ക് ഓക്കെ ആണെങ്കിൽ മധുരം അത്ര വലിയ താല്പര്യമില്ല.
അപ്പോൾ സൂര്യൻ ദാ പരപരാ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യും. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെയൊന്നും മേക്കപ്പ് ചെയ്യും. അതിൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താ പറയുക ഒരു അലവല്ലാതി കോലത്തിലാണ് എല്ലാ വീഡിയോസിലും ഉണ്ടാവുക. അതൊന്നും എനിക്ക് മടിയാണ്. പക്ഷെ പുറത്ത് പോകുമ്പോൾ ഞാൻ അത്യാവശ്യം മേക്കപ്പും പൊട്ടൊക്കെ ഇടും കേട്ടോ. ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന കാര്യമാണ് ഞാൻ ഐലൈനർ ആയാലും ജസ്റ്റ് ഒരു പൊട്ടായാലും തുറന്നത്. പക്ഷെ ഞാൻ എന്നും മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അതാണെങ്കിൽ മോളിലാട്ടോ. അപ്പോൾ ഇനി മോളിലൊക്കെ ചെന്ന് എടുക്കാന്നുണ്ടെങ്കിൽ പിള്ളേരാരെങ്കിലും എണീറ്റ് നിൽക്കുന്ന സമയമാണെങ്കിൽ എന്നെ കണ്ട വിടില്ല, പണിയൊന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇവർ രണ്ടുപേരും എണീറ്റിട്ടുണ്ടെങ്കിൽ നിഖിൽചേട്ടൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്. ചായ ഇതേപോലെ നമ്മൾ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചിരിക്കും. സോറി ഗൈസ്, ചായ അല്ല, ഫ്ലാസ്ക് കഴുകാനുള്ള വെള്ളമാണ് കേട്ടോ. അതേ ഫ്ലാസ്ക് കഴുകാനുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് പിന്നെ അത് ഒഴിച്ചു. അങ്ങനെയാണ് ചെയ്യുക. കാരണം അതിനുള്ളിൽ എന്തെങ്കിലും കറിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ചായയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചായപ്പൊടിയും പിന്നെ ഞാൻ എപ്പോഴും ചായ തിളപ്പിക്കുമ്പോൾ എനിക്ക് ഏലക്കായ ഇടണം. ഏലക്കായ ഇട്ട് ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഒട്ടും മടുക്കാത്തൊരു കേസാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്നും ആയിട്ട് നമ്മൾ എന്നും ഏലക്കായ ഇട്ട് ചായ കുടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അങ്ങനെയല്ല, നമുക്ക് എന്നും തിന്നുന്ന സാധനങ്ങൾ നമുക്ക് ചെറിയൊരു മടുപ്പ് വരും. പക്ഷേ ഇതങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മണമൊക്കെ. ഇത് ചായ കളിച്ചിട്ടുണ്ട്. ചായ അരിച്ചിട്ട് നമ്മൾക്ക് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ ആവശ്യാനുസരണം ആർക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണീറ്റിട്ട് വരുമ്പോൾ കുറച്ച് കട്ടൻ ചായ എടുത്ത് കുടിക്കുക. അല്ലെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓരോ തവണ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. അതിനേക്കാൾ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ഇതാട്ടോ. അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറുമ ഉണ്ടാക്കാം. പൊട്ടറ്റോ ഇസ്റ്റു ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തിയുടെ പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്കൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങ് കേട്ടോ. അധികം പഴുത്തിട്ട് വന്നില്ല, നല്ല പച്ച കളറുണ്ട്. ആദ്യത്തെ തൊലി കളയുന്നുണ്ട്. ബാക്കിയുള്ളത് അമ്മതി അപ്പുറത്ത് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മേൻ്റെ തൊലി കളയുന്നുണ്ട്. അച്ഛൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അച്ഛനൊരു കട്ടൻ ചായ എടുത്ത് കൊടുത്തു. അച്ഛൻ എന്നും എണീറ്റ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യം കട്ടൻ ചായ വേണം. ആദ്യം അച്ഛൻ പാൽ ചായയും ചോദിക്കുക. പക്ഷെ പാല് കൊണ്ടുവന്നിട്ട് സമയമായിട്ടില്ലല്ലോ. ഇന്നലത്തെ പാലാണെങ്കിൽ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വേഗം അടുപ്പത്താക്കിയിട്ട് ഒന്ന് മുകളിലേക്ക് ചെന്ന് നോക്കണം. ആരെങ്കിലും എണീറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ചേട്ടനിട്ട് വട്ടം കറക്കുണ്ടോ എന്ന് ചെന്ന് നോക്കണം. സമയത്തിന് 6:45 എങ്ങാണ്ട് ആയിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ താഴത്ത് വന്നിട്ട് 5:45 നമ്മൾ വിളക്കൊക്കെ വെച്ച് കഴിയും. നമ്മളെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് കറി വെക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞളൊക്കെ കൂടിയിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടിച്ച് ഒരുമിച്ച് വേവിക്കുക. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഇഷ്ടം വയ്ക്കുക കേട്ടോ. ചിലവരൊക്കെ ചെയ്യുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മാത്രം സെപ്പറേറ്റ് വേവിച്ചിട്ട് പിന്നെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വാട്ടിയിട്ട് അതിലേക്ക് ഇത് തട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ മീൻസ് പലരും പലതരത്തിലുള്ള വെക്കുക. നമ്മളിത് ഒറ്റയടിക്ക് പെട്ടെന്ന് എന്താ പറയുക സിമ്പിൾ പരിപാടിയാണ്. ഇത് നമ്മൾ ഇപ്പോൾ പൊട്ടറ്റോ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിനി സവാള നന്നായിട്ട് അരിയണം. അതുപോലെ തന്നെ പൊട്ടറ്റോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകാനായിട്ട് അമ്മ പറഞ്ഞു. അതിൻ്റെ ഒരു സ്മെല്ലൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ സവാള നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഈ കറി കുറച്ച് കൂടുതൽ വെക്കും. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിൻ്റെ കൂടെ ആയാലും വെള്ളപ്പത്തിൻ്റെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ഒക്കെ ആയാലും കഴിക്കണമെങ്കിൽ അത്യാവശ്യം കൂടുതൽ എടുത്ത് കഴിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ വെക്കണം. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു വിഷമാവില്ല. അപ്പോൾ നമ്മൾ ഈ കറി ആയതുകൊണ്ട് കൂടുതൽ വയ്ക്കും. ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നേരെ അടുപ്പത്തേക്ക് കയറ്റി വയ്ക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടോ. എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ്. ആദ്യം ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വൃത്തിയാക്കണം. അപ്പോൾ ഒരുമിച്ചൊരു വലിയൊരു സംഭവം ആവില്ല അവസാനത്തേക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. എനിക്ക് ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടും പറഞ്ഞു തരരുത്. ചേച്ചി അമ്മക്ക് പറഞ്ഞെങ്കിലും നിഖിൽ ചേട്ടനാണ് കണ്ണി കണ്ടത് അപ്പം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു സംഭവം എനിക്കിപ്പോൾ അത് ശരിക്കും ക്ലിക്കായിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ഇതേ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. അടിച്ചു വാരിടാനായിട്ട് പ്രത്യേകിച്ച് കരടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഇടാം. ഇതേ വിളക്ക് ചെറുതായിട്ട് അണഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അത് പോയിട്ട് കരിന്തിരി കത്താൻ പാടില്ല, വീടിന് എന്താ പറയുക ദോഷമൊക്കെയാണെന്ന് നമ്മൾ കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇവിടെ അമ്മ ആയാലും വിളക്ക് കത്തി കഴിഞ്ഞ് കുറച്ച് നേരം സമയം കണ്ടിട്ട് ഞാൻ എപ്പോഴായാലും ചെന്ന് നോക്കും കരിന്തിരി കത്തുന്നുണ്ടോ. കാരണം അങ്ങനെ കത്താൻ പാടില്ല, തിരി കെട്ടിട്ട് ഇങ്ങനെ പുക വരാനൊന്നും പാടില്ല. അപ്പം ഞാൻ അതിന് മുന്നേ അവനേക്കാളും മുന്നേ അവിടെ എടുത്തുകൊണ്ട് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ മൊന്തയിലെ വെള്ളവും നമ്മൾ കളയും, പിന്നെ തിരിയും കളഞ്ഞിട്ട് വിളക്ക് എടുത്തുകൊണ്ട് വയ്ക്കും. അപ്പോൾ നന്നായിട്ട് കരി പിടിച്ചാണെങ്കിൽ അതൊന്ന് തുടച്ച് വയ്ക്കുക. കാരണം വൈകുന്നേരം വിളക്ക് കാട്ടുമ്പോഴേക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ കറി അതും ഇരുന്നിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കറി പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈയോടുകൂടിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം എടുത്ത് നമ്മൾ വിളക്ക് കാട്ടുമ്പോൾ നമുക്ക് സുഖമാണ്. കാരണം തുടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ മതിയല്ലോ അല്ലേ. നമ്മളെ വീട്ടിൽ കുറച്ച് പേരൊക്കെ പറയുന്നതായിട്ട് വൃത്തിയില്ല, അടക്കി ഒതുക്കി വയ്ക്കില്ല. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ
ചൂലും അതേപോലെ തന്നെ ആ മോപ്പും താഴെ വെക്കാൻ സമയം കിട്ടുന്നില്ല. അതേപോലെയാണ് ഏത് സമയം നോക്കിയാലും ഇത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുക, ഏത് സമയം നോക്കിയാലും തുടച്ചുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ പിള്ളേരുടെ ഒരു പ്രശ്നമാണോ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാണ്ട് ഒന്നല്ല, മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ ഒക്കെ നിങ്ങളുടെ കണ്ണിൽ വീഡിയോയിൽ പെടുന്നതാണിത്. ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിളക്ക് കാട്ടി ചായ വെച്ചു. അച്ഛനും രണ്ടാമത് നമ്മൾ പാൽ ചായ വെച്ചിട്ടുണ്ട്. അച്ഛനും എനിക്കും എൻ്റെ ചേച്ചിക്കൊക്കെ പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പാലുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുറുമയ്ക്കുള്ള പൊട്ടറ്റോ ഇസ്റ്റൂനുള്ള സംഭവങ്ങളൊക്കെ അടുപ്പത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണം. 1-ാം തീയതി വൃശ്ചിക മാസമായിട്ട്, മണ്ഡല മാസമായിട്ട്, അത് വ്രതശുദ്ധിയുള്ള മാസം കൂടിയാണ്. ഞാനപ്പോൾ മറ്റുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പല കാസ്റ്റിൽപ്പെട്ടവരുണ്ട്. ആരുടെയും ഞങ്ങളുടെ തന്നെ ആചാരങ്ങൾ എടുത്തു പറഞ്ഞതല്ല കേട്ടോ. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്. ഞാനിവിടെ വന്ന പിന്നെയാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എന്താ, ഇപ്പം നമ്മളെല്ലാ ആചാരങ്ങളും എല്ലാവരുടെ ആഘോഷങ്ങളും ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാളൊക്കെ ആയിക്കോട്ടെ, എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. അങ്ങനെയായി മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു 1-ാം തീയതി, നല്ലൊരു വൃശ്ചികം ഫസ്റ്റാണ്. അപ്പോൾ നല്ലൊരു മാസം ഞാൻ എന്താ പറയുക വിഷയമാണ്. അപ്പോൾ എന്തായാലും ചായ തിളച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയി വെക്കാം. ഇന്നലത്തെ പാൽ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്തായാലും പാൽ ചായ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൽ ചായ വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും കൂടി വെക്കുമ്പോൾ ഇത്ര സ്ട്രോങ്ങിൽ വെക്കാറില്ല. കാരണം നീൽ ചേട്ടനായാലും അഞ്ചേച്ചിക്കായാലും അത്ര വലിയ സ്ട്രോങ് താല്പര്യമില്ല. പക്ഷെ അച്ഛനെ വെച്ചപ്പോൾ ഞാൻ കുറച്ച് പീഡിയ ചായ പോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് കൊണ്ട് കൊടുക്കാം. അച്ഛനെ പുറത്തിരുന്നിട്ട് പത്രം വായിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ചായ ഇതേപോലെ തിളപ്പിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 11-12 മണിക്കൊക്കെ ചൂടാക്കി കുടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രാത്രി ആയാലും ചൂടാക്കി കുടിക്കും. എനിക്കിഷ്ടമാണ് പാൽ ചായ. എന്നാലും എനിക്കിപ്പോൾ കുറച്ച് മധുരം, കുറച്ച് എന്താ പറയുക ഏലക്കായും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എന്താ പറയുക ഇഷ്ടമാണ് കുടിക്കാനായിട്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം അച്ഛനായിട്ടിരുന്ന് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അപ്പം ഞാൻ കുറച്ചൊക്കെ വിളിച്ചിരുന്നു. ഇതിനോട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നേ ഞാൻ വീട്ടിലുണ്ട് അപ്പോൾ 10 മിനിറ്റ് ലൈറ്റിലാണ് ഇല്ല ചമ്മട് പോകുന്നുണ്ട്. കുറച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് 5:15 അതൊക്കെ പോയി. അപ്പോൾ എനിക്ക് കൊടുക്കുന്ന പൊട്ടൻ എന്നിട്ട് കുളി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും കണ്ണൊന്നും എടുത്ത് അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ടച്ചാ കിടന്നോളും, ഇങ്ങനെ കൂടെ കിടന്നോളും. ഞാൻ അതായത് പാലെടുത്ത് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ ചൂണ്ടിക്കാണിയില്ല ഉറങ്ങിട്ട് ഞാൻ താഴ്ത്തിക്ക് വന്നിട്ടും മുളക്കം തൊട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ. അവനെ അതിൻ്റെ കൂടെ കിടക്കും. മറ്റേ ഇത് കുറച്ച് കടുപ്പം കൂടിയില്ല ചായ ഞാൻ കുടിച്ചപ്പോഴേ ഇത് കലപ്പ് നമ്മൾ അത് ഇതൊക്കെ ചെയ്യാറില്ലല്ലോ. ഇനിയിപ്പോൾ തൊട്ട് അടുത്ത പരിപാടി അമ്പലത്തിൽ പോവാൻ നമുക്ക്. ചായ ഇങ്ങനെ പ്രത്യേകിച്ച് കറിയുടെ കൊല്ലായിട്ടുണ്ട്. ഇങ്ങനെ കാഴ്ചയുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടല്ലോ, പാക്കറ്റ് ഉണ്ടല്ലോ, അത് ആ സമയം കിട്ടാൻ വിളിച്ചാൽ പൂരിയോ ചപ്പാത്തിയോ നമ്മൾ വെച്ചിട്ടാ കറി കൊടുക്കാം. മത്തങ്ങ ഇരിക്കുന്നുണ്ട്, നല്ല തെങ്ങയും വേറെ വയ്ക്കാം. അച്ഛനായിട്ടുള്ള കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കുക്കറിലത്തെ സംഭവങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ അതെടുത്ത് കാച്ചുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ കടുകിടും, പിന്നെ വേപ്പിലിടും, പിന്നെ ഉണക്കമുളകിടും. ഞാനിപ്പോൾ ഉണക്കമുളക് ഇടുന്നില്ല, ഇതിൽ ആവശ്യത്തിന് എരിവുണ്ട്. ഇനി ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ എരിവ് കൂടി കൂടണ്ടെന്ന് വിചാരിച്ചു ഞാൻ. കാരണം പിള്ളേരൊക്കെ കഴിക്കുന്നില്ല, അപ്പോൾ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചു. ഓൾറെഡി പച്ചമുളകിൻ്റെ എരിവുണ്ട്. അപ്പോൾ അത് വേപ്പില പൊട്ടിക്കാൻ വന്നതാണ്. നമുക്ക് വലിയൊരു വേപ്പ് മരം ഉണ്ട്, പക്ഷെ അതിൽ ഇപ്പം എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് മുകളിലാണ് തോട്ടൊക്കെ
വെറുതെ പൊട്ടിക്കുമ്പോൾ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ താഴെ തന്നെ ചെറിയൊരു വേപ്പ് മരമുണ്ട്, മരമല്ല ചെടി ഉണ്ട്. അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊല്ലുണ്ട് ഇതിൽ പൊട്ടിച്ചത്, അതായി വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നല്ല ഭംഗിയുള്ള ഇല കണ്ടപ്പോൾ ഞാൻ എന്തായാലും പൊട്ടിച്ചു. ഇനിയിപ്പോൾ നേരെ നമുക്ക് ചട്ടി വെച്ചിട്ട് അതൊന്ന് കാച്ചൊഴിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചിക്കൻ, അതേപോലെ തന്നെ നോൺ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം. മീൻ വറുക്കുക, ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനെ റോസ്റ്റ്, അങ്ങനത്തെ ഒക്കെ ഉള്ള സംഭവങ്ങളാണ് എനിക്ക് ഈ പച്ചക്കറിനേക്കാളും കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടം. കാരണം ഈ പച്ചക്കറി ഒന്നാമത് എനിക്ക് ഇഷ്ടമല്ല, നികിൽച്ചേട്ടന് ഇഷ്ടമല്ല, ഇപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് ഇഷ്ടമല്ല. സത്യം പറയാലോ, ഞങ്ങളുടെ പിള്ളേരടക്കം ഇവിടെ അമ്മയും അഞ്ചു ചേച്ചിയും ഒക്കെ പറയും നിങ്ങളെപ്പോലെ തന്നെയാണ് അല്ലു ആയിരുന്നു. വേറെ ഒരു അതായത് പരിപ്പ് വർഗ്ഗങ്ങളൊന്നും പച്ചക്കറികൾ വളരെ റെയറായിട്ടേ കൂട്ടുള്ളൂ. പക്ഷെ ഫിഷോ ചിക്കനോ മുട്ട ഉണ്ടെങ്കിൽ അവർ പിന്നെയും ഫുഡ് കഴിക്കും. വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തത് കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ വലിയ കഷ്ണങ്ങൾ, സാമ്പാറുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ കഴിക്കും നമ്മുടെ കാശിക്കുട്ടനാണ്. കാശിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇതിലത്തെ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കറി നന്നായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ കേസാണ്. ഉപ്പ് ഞാൻ വളരെ കുറച്ചിട്ട് ഇങ്ങനെ കുറച്ചേശ്ശെ ആയിട്ടാണ് ഞാൻ നോക്കുക ഉപ്പ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത്. ഇപ്പോൾ ചായ വെച്ചുകൊണ്ട് പോകുന്നത് മുകളിലേക്കായിട്ട്. മുകളിൽ കുറച്ച് സൗണ്ടുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആരൊരാൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എണീറ്റിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പം അച്ഛൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ആൾക്കത് ഇഷ്ടാവില്ല, കുശുമ്പാവും, അവൻ എടുക്കണ്ടെന്ന് പറയും. അങ്ങനത്തെ ഉള്ള ചില പ്രശ്നങ്ങൾ വരും. അതിനേക്കാളും മുൻ ഞാൻ ചെന്ന് നോക്കട്ടെ. നമ്മുടെ ഐനൂസ് എണീറ്റ് കിടക്കുന്നുണ്ട്. നന്നുൻ്റെ അടുത്ത് എടുക്കുന്ന ആൾ ഞാനാണ്. അപ്പം എന്നെ കാണായപ്പോൾ രണ്ട് വിഷമമായിട്ടൊന്നും തോന്നുന്നു. കണ്ടപ്പോഴേക്ക് ഓടി ചാടി വന്നിട്ടുണ്ട്. അവർ രണ്ടാളെയും കൊണ്ട് ഞാൻ താഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതിനടുത്ത് നമ്മൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുമ്പോൾ പൂരി മതി എന്ന് പറഞ്ഞു. പാറൂസിന് കാലിൽ തന്നെ വിശന്നു. ഞങ്ങൾ തന്നെ അതിശയം എന്ത് പറ്റി, കാരണം തലേ ദിവസം അവൾ കുറച്ച് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാതവേദന എടുത്തിട്ട് മരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പിള്ളേർക്ക് ആവശ്യമുള്ള കുറച്ച് പൂരി ചുട്ട് ബാക്കി അമ്മ ചൂടാന്ന് പറഞ്ഞു. അമ്മ കട്ട് ചെയ്യാണ്. നമ്മൾ ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചിട്ട് അത് പൂരിയായിട്ട് ചൂടാ ചെയ്യുക. അതല്ലാതെ തന്നെ പൂരിയുടെ പാക്കറ്റ് കിട്ടും. നമ്മൾ അത് വാങ്ങിച്ചിട്ടില്ല, നെക്സ്റ്റ് ടൈം വാങ്ങിക്കണം. പിന്നെ എന്താ, ഇന്നത്തെ പോലെ ഞാനും ചേച്ചിയും തമ്മിൽ കുറേ കാര്യങ്ങളുണ്ടാവും. രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കിടക്കാൻ പോണതിനുള്ളിൽ ഞങ്ങൾക്ക് ഇതന്നെ പരിപാടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പാറൂസ് ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ട്. ചെറിയൊരു മടിയും അതേപോലെ തന്നെ മടിയല്ലൊരു സുഖക്കുറവിൻ്റെ ഒരു ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ എന്നോട് അഞ്ചു ചേച്ചി നിൽക്കുന്നത് നമ്മൾക്ക് ഷാള് കെട്ടിക്കൊടുക്കാൻ പറയായിരുന്നു. വെള്ളം ഒഴിച്ചു വെക്കണം. ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകും. വേറെ ടിഫിനും സംഭവങ്ങളൊന്നും അങ്ങനെ കൊണ്ടുപോകില്ല. നമ്മുടെ പാറൂട്ടൻ്റെ സ്കൂളിൽ വേറെ കമ്മൽ, മാല സംഭവങ്ങളൊന്നും അലൗഡ് അല്ല കേട്ടോ. ഗോൾഡിൻ്റെ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇതേപോലെ ശനി ഞായർ ദിവസങ്ങളിലാണ് പാദസരം മാലയും വളൊക്കെ ഇട്ടിട്ട് പാറൂട്ടി പോവുക. സുന്ദരിയായിട്ട് ചിരിച്ചെന്നേ ടീച്ചറെ അടുത്ത് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടാ. നിഖിൽ ചേട്ടനാണ് പാറൂസിനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവിടാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഡാൻസ് ക്ലാസ്. അതേ അമ്മ ചായ കുടിച്ചു, അച്ഛനും ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിനിടയിൽ പിള്ളേരെ കുളിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഡ്രസ്സ് എടുപ്പിക്കാൻ പോവാണ്. ഇത് ഒന്നും ഇടാണ്ട് നമ്മുടെ മുറ്റത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. വണ്ടി ഓടിപ്പിച്ച് കളിക്കലാണ് ഇവർ 3 പേരുടെ പ്രധാന ഹോബി. ഇപ്പം നേരെ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ പോകും, നമ്മൾ ആരും കണ്ടില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കണം. പിള്ളേരെ എങ്ങനെയെങ്കിലും പോകണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കണം. ചേച്ചിയും ചായ കുടിച്ചു. ഇനിയിപ്പോൾ എന്താണ്, എനിക്ക് ചായ കുടിക്കണം.
ഇനി പ്രത്യേകിച്ച് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ കുറച്ച് സംഭവങ്ങൾ, കറി, ചോറ്, അതൊക്കെ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യണം. എനിക്ക് ചേട്ടനും ചായ കുടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മയും അച്ഛനും അമ്പലത്തിൽ പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലൂസിനെ അയനൂസിനെ കാശുകൂട്ടിനെ ആരെങ്കിലും ഒരാളെ കൊടുത്തയക്കണം. കാരണം അച്ചാച്ചനും അച്ഛമ്മയും പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ പോയിക്കോട്ടെ. കാരണം 3 പേരെ എന്തായാലും കൊടുത്തയക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലുക്കുട്ടനെയാണ് ഡ്രസ്സ് എടുപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. ഞങ്ങൾ ദൃശ്യം ആയതുകൊണ്ടും 1-ാം തീയതി ആയതുകൊണ്ട് കാലത്ത് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ പിള്ളേരൊക്കെ റെഡിയായി, പിള്ളേരെ ഫുഡ് കൊടുത്ത് കുളിപ്പിച്ചൊക്കെ വന്നപ്പോഴേക്കും സമയം പോയി. അപ്പോൾ എന്തായാലും വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും അച്ഛനമ്മയും പോയിട്ട് വരട്ടെ. അപ്പോൾ അല്ലുക്കുട്ടനാണെങ്കിൽ ഭയങ്കര പവറിലാണ്. എന്നെ മാത്രം കൊണ്ടുപോകുന്നുള്ളൂ എന്നുള്ള എന്താ പറയുക, ഒരു ഉണ്ണിക്കുട്ടനായിട്ട് വരുന്നുണ്ട്. ഇത് കാശുക്കുട്ടൻ്റെ ഡ്രസ്സായിട്ടാണ്. സാധാരണ ചെരുപ്പൊക്കെ ഇടിപ്പിച്ച് അംഗനവാടി പോണ ലുക്കൊക്കെ ഇട്ട് ചിരി വരാണ് കേട്ടിട്ട്. അപ്പോൾ ആര് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും 2 വീലർ എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും വന്ന് കയറണം. ഭയങ്കര ഇഷ്ടമാണ് 2 വീലറിന് പോകാനായിട്ട്. കാറിൽ പോകുന്നതിനേക്കാൾ ഇഷ്ടമാണ് പിള്ളേർക്ക് ഇങ്ങനെ ബൈക്കുമ്മൽ പോകാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ കാശീനും മൈനൂസിനും എടുത്തിട്ട് ചേട്ടൻ മാറ്റിയിട്ടുണ്ട്. അമ്മ അപ്പുറത്തു കൂടെ വന്ന് കയറും. ഇവിടെ ഒരു ചെറിയൊരു ഇറക്കുണ്ട്. അപ്പോൾ അച്ഛൻ ആദ്യം വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, ഉറങ്ങേണ്ട മൂടൊന്നും കാണില്ല ഐനൂസായാലും കാശുകൂട്ടനായാലും. ഇപ്പം സമയം കറക്റ്റ് 4:30 ആയിട്ടുണ്ട് കേട്ടോ. ചേച്ചി വീട്ടിലേക്ക് പോവാണ്. കാരണം സാന്ദ്ര, അതായത് ചേച്ചിയുടെ നാത്തൂൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം അമ്പലത്തേക്ക് എന്തായാലും അഞ്ചു ചേച്ചിയും പിള്ളേഴ്സ് ഉണ്ടാവില്ല. ഞങ്ങളങ്ങനെ അവർ പോയതിന് ശേഷം മേലൊക്കെ കഴിച്ചു, പിള്ളേരെ മേലെ കഴിച്ചു, ഞങ്ങളൊന്ന് മേലെ കഴുകി. ഇപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂർ പോകണം അമ്പലത്തേക്ക്. പിന്നെ പടാകുളത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് പോകണം. ഞാൻ പെട്ടെന്ന് അതിൻ്റെ പേര് ഓർമ്മ, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ. രാവിലെ അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം അമ്പലത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാവിധ ഒരുക്കങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കാറ് അപ്പുറത്താണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കാരണം ഇവിടുത്തെ റോഡ് പണിയും സംഭവങ്ങളൊക്കെ നമ്മുടെ സുനാമി കോളനിയിൽ. അപ്പോൾ അതുവഴി കാർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വമായി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് ബാക്കിത്തെ റോട്ടിൽ കൂടെ പോകണം. അല്ല ചാ മാ പോവാം, എന്നെ പോവാം. ഇന്ന് എനിക്ക് ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് ഭയങ്കര അപൂർവങ്ങളായിട്ടാണ്. അത്ര നേരത്തെ എണീക്കുന്നതല്ല, എണീറ്റ് കുളിക്കുന്നത്. എണീക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഒരു പുത്തരിയല്ല. ഞങ്ങൾ പല സമയങ്ങളിൽ എണീക്കും, 3 മണി, 4 മണി, 5 മണി. പക്ഷെ അതിലുപരി നമ്മൾ ആ സമയത്ത് എണീറ്റ് കുളിക്കുന്ന ആലോചിക്കാനേ വൈകിയ തണുത്ത വെള്ളത്തിലായിരുന്നു കുളിച്ചിരുന്നത്. എന്നിട്ട് താഴ്ത്തിറങ്ങി വന്നു, ദീപമൊക്കെ കത്തിച്ചു. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. ഭാഗ്യത്തിൻ്റെ പിള്ളേരും സഹകരിച്ചു. രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കൊള്ളായിരിക്കും. കാരണം ഞാൻ എണീറ്റപ്പോൾ തന്നെ അല്ലൂസ് എണീറ്റ് എന്നെ നോക്കി കിടക്കുമായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് പോലും അവൻ അതേ രീതിയിൽ കിടന്നപ്പോൾ ഞാൻ പാലെടുത്ത് കൊടുത്തിട്ട് ഞാൻ നികിച്ചേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു സീനായിരിക്കുന്നത്. പിന്നെ ഞാൻ താഴത്ത് എത്തിയിട്ടും ചേട്ടനെ ഉറക്കണ സൗണ്ട് ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നിരുന്നു കേട്ടോ. എന്തായാലും ഭാഗ്യം അധികം സീനൊന്നും ഉണ്ടാക്കാണ്ട് പിള്ളേർ സഹകരിച്ചു രാവിലെ. ഇനിയിപ്പോൾ അതേ ഞങ്ങൾ പോവാണ്. ഐൻസ് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ മടിയിൽ അല്ലുക്കുട്ടനുണ്ട്. ബാക്കിലിരിക്കുന്നോണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റും എന്നോട്. പോണ വഴിക്ക് നീൽച്ചേട്ടൻ സ്നഗ്ഗി വാങ്ങിക്കാൻ കയറിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വലിയ പാക്കറ്റായിട്ടാണ് സ്നഗ്ഗി വാങ്ങിച്ചു വയ്ക്കുക. പക്ഷെ അത് തീർന്നു. അത് ഓർഡർ ചെയ്തിട്ട് 15-ാം തീയതി വരെ സംഭവമായിരുന്നു. ഇതിലായിട്ടും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ്, ഞങ്ങൾ ആദ്യം പോണത് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് ആയിട്ടുണ്ട്. വരുന്ന വഴി നമ്മൾ ഇവിടെ കൊടുങ്ങല്ലൂർ കയറാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ലൂസിനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ പലതും പറഞ്ഞിങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. ഉറങ്ങി വീഴുന്നായപ്പോൾ അച്ഛൻ ഒരു ബേക്കറിയിൽ കാറ് നിർത്തിയിട്ട് മിഠായി വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. മിഠായി എന്ന് കേട്ടപ്പോഴേക്കും കുട്ടികളെല്ലാം ഉറക്കം പോയിട്ടാ. അപ്പോൾ കോലുമിഠായിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കോലുമിഠായി ഇല്ല എന്ന് പറഞ്ഞു. കോലുമിഠായി വാങ്ങിച്ചു കൊടുത്താൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറേ നേരം ചപ്പി ഡ്രസ്സുമ്മലും മുഖത്തൊക്കെ ആക്കി ഒട്ടിച്ചു വയ്ക്കും. അപ്പോൾ വേറെ എന്തോ മിഠായിയാണ് അച്ഛൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എവിടെ പോയി ഉറക്കം? അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ വലിയ രീതിക്കുള്ള തിരക്കില്ല, നോർമലായിരുന്നു. കെട്ടുനിറയുടെ സൗണ്ടൊക്കെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റോഡ് സൈഡിലായിട്ട് വണ്ടി നിർത്തിയിടട്ടെ. പിന്നെ എനിക്ക് തോന്നുന്നു അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് അധികം പോവാറില്ല കേട്ടോ. ഇവിടെ കൊടുങ്ങല്ലൂർ വന്നപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലും പിന്നെ പണിക്കാട്ടിലെ അമ്പലത്തിലും മുല്ലശ്ശേരി അമ്പലത്തിലേക്കാണ്. അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ മീൻസ് ഇന്ന് പോയപ്പോൾ വളരെ സന്തോഷം. മണ്ഡലം മാസം തന്നെ ആദ്യ ദിവസം തന്നെ പോയപ്പോൾ ഒരു സന്തോഷമായി. പിള്ളേരാണെങ്കിലും നല്ല കുട്ടികളായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അല്ലൂസ് ഉറങ്ങുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അവൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ വീണ്ടും എണീക്കും. പിന്നെ ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും, ഫുഡൊന്നും കഴിക്കില്ല.
ഇവിടുത്തെ അയ്യപ്പൻ്റെ അമ്പലം ചെറിയൊരു അമ്പലമാണ്, ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ, അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. അതായത് പ്രധാനമായിട്ട് പ്രതിഷ്ഠ അയ്യപ്പനാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കെട്ടുന്നേരം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ശരണംവിളിയൊക്കെ ആയിട്ട് നല്ലൊരു ഭക്തി തുളുമ്പുന്നൊരു നിമിഷമായിരുന്നു. പിന്നെ നട തുറന്നിട്ടില്ല. അപ്പം കുറേ പേര് നടരെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കെട്ടുനേര നടക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇതൊരു ആദ്യത്തെ അനുഭവമായിട്ട്, അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കെട്ടുനേര കാണുന്നത്. അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്താ സംഭവം, എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടുന്നുണ്ടല്ലോ, ഇവിടെ ആരൊക്കെയോ നിറയ്ക്കുന്നുണ്ടല്ലോ. ഐനൂസിന് ഭയങ്കര കൗതുകമായിരുന്നു. ഐനൂസിന് നോക്കി നിൽക്കായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരാൾ ചൊല്ലുമ്പോൾ അത് ഏറ്റി ചൊല്ലുന്നുണ്ട്, അത് നോക്കി നിൽക്കായിരുന്നുണ്ട്. ഇപ്പം നമ്മൾ എള്ളുതിരിക്കുള്ള റെസീറ്റ് വാങ്ങാനാണ് നിൽക്കുന്നത്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എള്ളുതിരി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴൊക്കെയോ എന്നോ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് നിഖിൽ ചേട്ടന് എള്ളുതിരി കത്തിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും മറക്കാതെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നപ്പോൾ ഇതേ എള്ളുതിരിക്കുള്ള റെസീറ്റ് എടുത്തിട്ട് എള്ളുതിരി വാങ്ങിക്കാൻ നിൽക്കുകയാണ്. क्या म्यूजिक പിന്നെ കൈസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തിനാണ് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ എള്ളുതിരി കത്തിക്കുന്നതെന്ന്. അറിയാത്ത കാര്യം അറിയില്ല എന്നല്ല പറയേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും സംഭവങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കണം അല്ലേ. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ വരണവർ ഫുള്ളും എള്ളുതിരി കത്തിക്കുന്നുണ്ട്. ആരും എനിക്ക് തോന്നുന്നു അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാന വഴിപാട് എള്ളുതിരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. നിഖിൽ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ട ദൈവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എപ്പോഴും പറയുന്ന കേസാണ് അയ്യപ്പൻ. അതേപോലെ തന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എപ്പോഴായാലും സ്വാമിയേ ശരണയ്യപ്പ എന്നിട്ടാണ് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം കൃഷ്ണനാട്ടാ. ഞാൻ എന്തുണ്ടെങ്കിലും ആദ്യം വിളിക്കുക കൃഷ്ണനുണ്ട്, ഭഗവാൻ കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു വിളി വരിക. പക്ഷേ ഇവിടെ ഞാൻ അച്ഛനായാലും അമ്മയായാലും വിളിച്ചിട്ടുള്ളത് എൻ്റെ നാഗരാജാവേ എന്നാണ് അവർ ആദ്യം വിളിക്കുന്നത് കേട്ടിട്ടുള്ളത്. എൻ്റെ അമ്മയാണെങ്കിൽ ഈനമ്മയാണെങ്കിൽ ശിവനെയാണ് കൂടുതലായിട്ട്, ശിവനും അതേപോലെ തന്നെ കൃഷ്ണനാട്ടാ. പിന്നെ നമ്മുടെ അഞ്ജു ചേച്ചിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നാഗരാജാവേ തന്നെയാണ് എന്നോട് കൂടുതൽ വിളിക്കാതെ, ഭഗവതീനെയും വിളിക്കണേക്കാണ്ട്. പക്ഷെ എനിക്കപ്പോൾ എൻ്റെ കൃഷ്ണ ഗുരുവായപ്പ അങ്ങനെയാണ് ദൈവം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഫസ്റ്റത്തത് രൂപ വരെ കൃഷ്ണനാണ്. പിന്നെ എനിക്ക് പേടിയുള്ളൊരു ദൈവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവനാണ്. എനിക്ക് കുറച്ച് പേടിയാണ് ശിവൻ. പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം തോന്നിയൊരു പകുതിയാണ് ദുർഗ, ഭദ്രകാളി. അതൊക്കെ എനിക്ക് എന്താ പറയുക എൻ്റെ ലൈഫിൽ എനിക്ക് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വിശ്വസിപ്പിക്കാന്നല്ല, ഞാൻ വിശ്വസിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭഗവതിമാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭദ്ര, ദുർഗകാളിനൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞങ്ങൾ ഭയങ്കര തിരക്കായിരിക്കുന്ന വിചാരിച്ച്, പക്ഷേ ആ രീതിക്കുള്ള തിരക്കൊന്നുമില്ല, നോർമലാണ് കേട്ടോ. നോർമൽ ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ പാറുമോളുടെ പിറന്നാളിന് പോയിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ അത് വെച്ചിട്ടാണ് ഇവിടെ പോയത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സമയം 6:50 ആയിട്ടുള്ളൂ. ഇനി അടുത്ത നട തുറക്കുന്നത് 7:45 അപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സീനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുറത്തും ചുറ്റും എല്ലായിടത്തും തൊഴുതിട്ട് നമുക്ക് പോകാം, പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണോണ്ടല്ല കേട്ടോ, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ സമ്മതിക്കില്ല എത്ര നേരം ക്യൂവിൽ നിൽക്കാനായിട്ട്. പിന്നെ നമ്മൾ പാലുകുപ്പി സംഭവങ്ങളൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല, കാറിലാണ് വെച്ചിട്ടുള്ളത്. കാരണം വേഗം തൊഴുത് പോരാന്നുള്ള രീതിയിലായിരുന്നു വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നടയിൽ നിന്നുകൊണ്ട് ദേവീനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള നമ്മുടെ ക്ഷേത്രപാലകരെ തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഐതിഹ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം ഇവിടുത്തെ വിഗ്രഹം വളരെ ചെറുതായിരുന്നു, പിന്നെ ഈ വിഗ്രഹം വലുതായി
പ്രായമായി വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിലത്തെ രഹസ്യം എനിക്കറിയില്ല. അതിൻ്റെ ഐതിഹ്യം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പൊട്ടത്തരം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ തവിട്ടുമുത്തി അവർ തരുന്ന പ്രസാദം എടുത്തിട്ട് നമ്മൾ എല്ലാവിധ എന്താ പറയുക ദോഷവും സംഭവങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദേവിയുടെ മുകളിലിടുക. ഇത് കാണാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മാത്രമുള്ള പ്രതിഷ്ഠയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷേണയിലേക്ക് വന്നിട്ടുണ്ട് മസാല ദോശ വയ്ക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് പൂരി മതി എന്ന് പറഞ്ഞപ്പോൾ അതെ അമ്മയ്ക്ക് ഇത് വലിയൊരു പൂരി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കുത്തി പൊട്ടിക്കാം. ഞങ്ങൾക്ക് മസാല ദോശ പോയിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മസാല ദോശ പറയും. എനിക്ക് ദോശ ഇഷ്ടമാണ്. കടയിലത്തെ ദോശയാണ് ഇഷ്ടം. വീട്ടിലുണ്ടാക്കുന്ന ദോശ എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ മീൻസ് ചില ദിവസങ്ങളൊക്കെ മാത്രമേ അങ്ങനെ കഴിക്കാറുള്ളൂ. ഇഡ്ഡലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ കടകളിൽ പോകുമ്പോൾ മസാല ദോശയ്ക്ക് എനിക്ക് പ്രത്യേക ഇഷ്ടം കൂടുതൽ. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ അതിനും കുറച്ച് പൂരിയൊക്കെ അമ്മയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അയൽക്കൂട്ടനാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈച്ചാൻ്റെ പാത്രത്തിൽ നിന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട് ഗായ്സ്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് ഒതുക്കി വയ്ക്കാനുണ്ട്. കുറച്ച് എന്താ പറയുക വിഞ്ഞാനത്തെ മീൻകറിയാണ്. ഇത് വിഞ്ഞാനത്തെ മീൻകറി നമ്മൾ ഇന്നലെ തിളപ്പിച്ചു. ഇന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ അങ്ങനെ കളയൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ ചിലപ്പോൾ കമൻറ്റ് വരും ഈ വിഞ്ഞാനത്തെ അല്ലെന്ന്. പക്ഷെ അതിനെന്താ എൻ്റെ വീട്ടിലൊക്കെ 2-3 ദിവസമൊക്കെ മീൻകറി ഉണ്ടാവും. ചൂടാക്കി ആ മീൻകറിക്ക് പ്രത്യേകമായൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ ചെന്ന് കൂട്ടും. കാരണം അവരവിടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ. അപ്പോൾ 2 പേർക്ക് 2 ദിവസം കൂട്ടാൻ 2 ദിവസം 3 ദിവസം കൂട്ടാനുള്ളതൊക്കെ ഉണ്ടായിരിക്കും. നമ്മളവിടെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇപ്പോൾ കാലത്ത് കഴിക്കാൻ മീൻകറി വൈകുന്നേരത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ ഇന്നലെ എടുക്കാത്തതുകൊണ്ട് സംക്രാന്തി ആയതുകൊണ്ട് ഇന്നലെ എടുക്കാത്തതുകൊണ്ട് പിന്നെ ഇന്ന് എടുക്കാത്തതുകൊണ്ടും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പോണ സമയത്ത് കഴുകാൻ പറ്റില്ല. അപ്പോൾ വന്നിട്ട് ഇതൊക്കെ കഴുകി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കി കൊടുക്കണം. ഉറങ്ങുന്നു തോന്നുന്നുണ്ട്. ഓൾറെഡി അല്ലൂസ് ഉറങ്ങാൻ പോയതായിരുന്നു. ഞങ്ങളൊരു മിഠായിയൊക്കെ കാട്ടി ഇതായതുകൊണ്ടാട്ടാ. വരുന്ന വഴിക്ക് നമ്മൾ പൊണ്ണന്മാരെ വീട്ടിൽ കയറിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2 വായ കഞ്ഞി 2 പേരും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് കണ്ടിട്ട് നേരം ഞങ്ങളും കിടക്കാൻ പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൃശ്ചികം 1 എല്ലാവർക്കും നല്ലൊരു മാസം നേരമാണ്. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് സംഭവിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഞങ്ങളോട് പറയുക. അപ്പോൾ എന്തായാലും ബൈ.